Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. സൂപ്പർ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ, റേറ്റഡ് ക്രൈം ത്രില്ലർ. ആ സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം എവിടെ നോക്കിയാലും ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. ഒന്നെങ്കിൽ അത് PR വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് ഞാൻ പറയാം. സ്ക്രീൻ പ്ലേ, ഡിറക്ഷൻ, പ്രൊഡക്ഷൻ, മെയിൻ ലീഡ് ഇതെല്ലാം നമ്മുടെ വരലക്ഷ്മി ശരത് കുമാർ ആണ്. എസ് സരസ്വതി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. 1 സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ പറയാം. മിറാഷില്ലേ, ജീത്തു ജോസഫിന്റെ മിറാഷ് പോലെ ഒരു ലോഡ് ട്വിസ്റ്റ് കൊണ്ടുവരാൻ ഈ സിനിമ നോക്കിയിട്ടുണ്ട്. എന്ന അട്ടപ്പട്ടെല്ലാം പാളി. ഈ റേപ്പ്, സെക്ഷുവൽ അബ്യൂസ് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് റേറ്റഡ്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ വലിയ സംഭവം ഒന്നും ഇല്ല. അട്ടപ്പട്ടലം 3G പടം എന്തൊക്കെ എടുത്തു വെക്കാൻ നോക്കി ഒക്കെ പാളി. ആൻഡ് അതിന്റെ മെയിൻ റീസൺ വരലക്ഷ്മി ശരത് കുമാർ. പെർഫോമൻസ് വൈസിന്റെ കാര്യം പറയേ വേണ്ട. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിക്കുന്നത് മ്യൂസിക് ഡിറക്ഷൻ ബൈ തമൻ. അതുകൊണ്ടാണ് നോം ഈ പടം കണ്ടത്. തമന്റെ മ്യൂസിക് ഡിറക്ഷൻ നോമിന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ ഒരു പാട്ട് ഭയങ്കര നൈസ് ആയിരുന്നു. അവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വരലക്ഷ്മി ശരത് കുമാർ മിസ്കാസ്റ്റ് ആണെന്ന്. എടേ പാസം ഒക്കെ ശരി, പാസം പറഞ്ഞിട്ട് നമ്മുടെ വായിൽ തിരികെ തരുകയല്ല വേണ്ടത്. ഇങ്ങനെ പാസം കുത്തിക്കയറ്റിയൊന്നും കരച്ചിലൊന്നും വരില്ല. എജാതി ഓവർ ആക്ടിങ്. ഈ സീരിയലിലും നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെയാണ് വരലക്ഷ്മി ശരത് കുമാർ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ട്വിസ്റ്റിന്റെ പ്രളയമാണ്. ഈച്ച് ആൻഡ് എവറി ട്വിസ്റ്റ് ഇസ് പ്രെഡിക്റ്റബിൾ. ഈ മിറാഷ് പോലെ പുഴുങ്ങാൻ നോക്കിയതാണ്. അവസാനം പാതി വെന്ത കൊഴുക്കട്ട പോലെ. സോ അത് കഴിഞ്ഞിട്ട് പ്രകാശ് രാജിന്റെ ചില ഡയലോഗ്സ് ഉണ്ട്. ഒരു അമ്മ ഒരു കുട്ടിയെ പറ്റിയിട്ട് ഒരിക്കലും അപവാദം പറയില്ല, അതുകൊണ്ട് ഞാൻ ഈ കേസ് എടുക്കുന്നു. ദിസ് ഇസ് ആക്ച്വലി സ്പോയിലർ. സോ കാണാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചു പോയിക്കോ. വരലക്ഷ്മി ശരത് കുമാറിന്റെ കൊച്ചിനെ കാണാനില്ല. ആ കൊച്ചിനെ തപ്പിയിട്ട് പോകുമ്പോൾ ഒരു തെളിവുമില്ല. ആ കൊച്ച് പഠിച്ച സ്കൂളില് അല്ല അത്ര ആ കൊച്ചുള്ളത്. ആ കൊച്ച് ജീവിച്ചിരിക്കുന്നതായിട്ട് ഒരു പ്രൂഫും ഇല്ല. എന്നാൽ ഈ കേസ് പ്രകാശ് രാജ് എടുക്കും. എന്താ റീസൺ ചോദിച്ചപ്പോ പറയാണ്, ഒരമ്മ ഒരിക്കലും കള്ളം പറയില്ല, ഒരമ്മ ഒരിക്കലും ഒരു കുട്ടിയെ പറ്റിയിട്ട് മോശം പറയില്ല. ഇന്നത്തെ കാലത്ത് കാമുകന്റെ ഒപ്പം പോവാൻ വേണ്ടി സ്വന്തം കുട്ടികളെ കൊല്ലുന്ന അമ്മമാര് വരെയുണ്ട്. ആ സമയത്ത് ഇഞ്ചാതി ഒരു ഡയലോഗൊക്കെ എജാതി ഇല്ലോജിക്കലാണ്. ഏത് നൂറ്റാണ്ടിൽ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത്? അവിടുന്ന് മനസ്സിലാക്കുക ഡയറക്ഷൻ ബൈ വരലക്ഷ്മി ശരത് കുമാർ ഫെയിലിയർ ആണ്. ഇജാതി ഒരു പാതി വെന്ത കൊഴുക്കട്ട് എടുത്തപ്പോ മനസ്സിലാക്കുക പ്രൊഡക്ഷൻ ബൈ വരലക്ഷ്മി ശരത് കുമാർ ഫെയിലിയർ ആണ്. ഓവർ ആക്ടിങ് ചെയ്തപ്പോ മനസ്സിലാക്കുക മെയിൻ ലീഡായ വരലക്ഷ്മി ശരത് കുമാർ ഫെയിലിയർ ആണ്. സ്ക്രീൻ പ്ലേ വാസ് ഓൾസോ എ ഫെയിലിയർ. ഒരു നിർഗുണ പടം. സെക്കൻഡ് ഹാഫ് ഒക്കെ തട്ടിക്കൂട്ട് സാധനം. വെറുതെ ഓരോ കള്ളത്തരം പറഞ്ഞിട്ട് അത് ട്വിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അൺഅക്സെപ്റ്റബിൾ. ഇതിൽ വരലക്ഷ്മി ശരത് കുമാറിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് പ്രിയാമണിയാണ്. ആ പ്രിയാമണിയെ മെയിൻ ലീഡായിട്ട് കാസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ അതൊരു മിസ്കാസ്റ്റ് ആവുകയില്ല. പ്രിയാമണിക്ക് ഇതൊക്കെ കേക്ക് വാക്ക് പരിപാടിയാണ്. കിടുവായിട്ട് പെർഫോം ചെയ്തേനെ. വരലക്ഷ്മി ശരത് കുമാർ ഈ കരയുന്ന സീന് കാണുമ്പോൾ ചിരിയാണ് വന്നിട്ടായിരുന്നു. അജാതി വെറുപ്പിക്കലായിരുന്നു. ഈ ഇമോഷൻസ് അല്ലെങ്കിൽ മറ്റേ അമ്മ മകൾ ബന്ധം എന്നൊക്കെ പറയുമ്പോ നമുക്ക് തോന്നണം, അല്ലാതെ നമ്മുടെ വായിൽ തിരികെ തരരുത്. ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവ് പ്രിയാമണിയായിരുന്നു. ആൻഡ് ജീവയുണ്ട്. ജീവ ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. ജീവോ ഭയങ്കര ലുക്കായിരുന്നു, കിട്ടു ലുക്കായിരുന്നു. ബാക്കിയൊന്നുമില്ല. ജീവയും വരലക്ഷ്മി ശരത് കുമാർ തമ്മിലുള്ള റൊമാൻസ് തന്നെ അതൊരു ഹാഫ് ബേക്ക്ഡ് വണ്ണാണ്. ഒരു ഇതുമില്ല. അതായത് എങ്ങനെ പോയിട്ട് ഒരു കളക്ടറെ കൊന്നു, എങ്ങനെ പോയിട്ട് ഒരു പോലീസുകാരനെ കൊന്നു, എങ്ങനെ പോയിട്ട് ഒരു വക്കീലിനെ കൊന്നു, അതൊന്നുമില്ല. വരലക്ഷ്മി ശരത് കുമാറിന് തോക്ക് കിട്ടി, അവിടെ പോയി ചുട്ടുകൊന്നു. ഇതിന്റെ മെയിൻ പ്ലോട്ട് തന്നെ നമുക്ക് പകുതി അരമണിക്കൂർ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് ഇതായിരിക്കും സംഭവം എന്നുള്ളത്. അങ്ങനെ വലിയ കൊട്ടിഘോഷിച്ച് ഇറക്കാനുള്ള സാധനമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ടു മീ ദിസ് ഇസ് എ ബിലോ ആവറേജ് ഫിലിം. തമന്റെ ഒരു പാട്ട് കൊള്ളായിരുന്നു, ബാക്കി ഒന്നുമില്ല. മകളുടെ പടമായിട്ടാണ് തോന്നുന്നു. മറ്റേ രാധിക ശരത് കുമാർ ഒക്കെ കയറി അഭിനയിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 1 സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. വരലക്ഷ്മി ശരത് കുമാർ, രാധിക ശരത് കുമാർ, ജീവ, പ്രിയാമണി, പ്രകാശ് രാജിന് ശരിക്കും മണ്ടനാക്കിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നൊരു പ്രോപ്പർ കോൾഡ് റൂം ഡ്രാമ ഉണ്ടോ? അതുമില്ല. എന്നിട്ട് അവസാനം ട്വിസ്റ്റിക്കും മേലെ ട്വിസ്റ്റ്, മിറാഷ് ട്വിസ്റ്റ് പോലെ വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ചിരിയാണ് വന്നത് ഇതൊക്കെ കാണുമ്പോൾ. എത്രയോ പടങ്ങൾ ഇതേപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അനുപമയുടെ ലോക്ക്ഡൌൺ പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അത് ഭയങ്കര സ്ലോ പേസ്ഡ് ആണെങ്കിലും നമുക്ക് ആ ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദിസ് ആക്ച്വലി വെരി ഡ്രൈ സാധനം.
സോ വേണ്ടവർ കണ്ടു നോക്കുക. ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. ഇങ്ങനെ ഒരു പടം ഇറങ്ങിയത് തന്നെ പലർക്കും അറിയണ്ടാവില്ല. സോ നമ്മുടെ വരുണിന്റെ യെസ് സരസ്വതി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം, ഓൺലി തെലുങ്ക് ലാംഗ്വേജ് അവൈലബിൾ.